ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്, നമ്മുടെ ഹോണ്ട യൂണിക്കോൺ ആണ് വണ്ടി. മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. നിലവിൽ ഞാൻ അതിന്റെ വർക്ക് ഡീറ്റെയിൽസ് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആണ് പറയുന്നത്. സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം, അത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് മെയിൻ ആയിട്ട് വന്ന പ്രശ്നം. പിന്നെ സ്റ്റാർട്ട് ആയി കിട്ടിയ വണ്ടി ഓടുന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ വണ്ടി ഇന്നലെ മിനിഞ്ഞാന്ന് വെച്ചാണ്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവണില്ല, ഒട്ടും സ്റ്റാർട്ടായി കിട്ടിയില്ല. അപ്പൊ ഞാൻ പിന്നെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. നിലവിലെ അതിന്റെ കംപ്ലൈന്റിന്റെ കാരണം കാർബറേറ്റർ ആണോ, കാർബറേറ്റർ അസംബ്ലി ആണ് നിലവിലെ കംപ്ലൈന്റ്. കാർബറേറ്ററിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ആ പ്രോബ്ലം വന്നേക്കണത്. അപ്പൊ അതിന്റെ വാക്യൂം പിസ്റ്റണ് ചെറിയൊരു തേമാനം ഉണ്ട്. വാക്യൂം പിസ്റ്റൺ മാറ്റൊന്നും വേണ്ട, നമുക്കത് ക്ലിയർ ചെയ്തിടാം. അപ്പൊ കാർബറേറ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർബറേറ്റർ ഫുള്ളായിട്ട് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതിന്റെ ഈ ചെറിയ ചെറിയ ഹോളുകളുടെ ഉള്ളിൽ കൂടെയൊക്കെ ക്ലീനർ സ്പ്രേ വെച്ച് അടിച്ച് ക്ലീൻ ആക്കി ഇടുക. അതിനുശേഷം ഈ ജെറ്റ് ബ്ലോക്ക് ഉണ്ട്, സ്ലോ ജെറ്റ് ബ്ലോക്ക് ഉണ്ട്, ആ സ്ലോ ജെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 100% മാറുന്നു എന്ന് ഞാൻ പറയല്ല, എന്നാലും കുറയ്ക്കാനായിട്ട് പറ്റും. ആ പ്രോബ്ലം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിന്റെ പ്രോബ്ലം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെതായിട്ടുള്ള പ്രശ്നമാണ്. അതായത് ഇപ്പോഴത്തെ പെട്രോളിനെ പറ്റി നമുക്കറിയാലോ, E20 എന്ന് പറയും പെട്രോള്. എത്തനോളാണ് 20%. ഈ എത്തനോളും കാർബറേറ്ററിന്റെ എന്ന് പറഞ്ഞാൽ ഇത് അലുമിനിയം ബോഡിയാണ്. എത്തനോളും കാർബറേറ്ററും കൂടി വരുമ്പോഴത്തേക്കാണ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, ഓക്സിഡേഷൻ നടന്നിട്ട് ദ്രവിച്ചു പോണ പ്രോബ്ലംസ് ഉണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമുക്ക് മിസ്സിങ്ങിന്റെയും ഇത് മാത്രം പ്രോബ്ലം അല്ല, പെട്രോൾ ഓവർഫ്ലോ എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പം ഇല്ല. പക്ഷെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാണ്ട് മാർഗമില്ല, നമുക്ക് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടികളിലും ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇപ്പോൾ ഇത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോന്റെ കംപ്ലൈന്റ് കാണിച്ചാൽ പിന്നെ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. അറിഞ്ഞിരിക്കുക. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിലവിൽ വരുമ്പോൾ കംപ്ലൈന്റ് ഇല്ല, ഓവർഫ്ലോന്റെ പ്രശ്നമില്ല. കാരണം ഈ കാർബറേറ്ററിന്റെ ഈ അടിയിലത്തെ കറുത്ത പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഓവർഫ്ലോ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്റർ നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ കേട്ടോ. കാരണം കാർബറേറ്റർ അസംബ്ലിക്ക് ഏകദേശം 5000-5500 അടുത്തൊക്കെ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം അത് നോക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം, ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം. പിന്നെ അതേപോലെ തന്നെ അതിന്റെ എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളായിരുന്നു, മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണ്. അപ്പൊ എയർ ഫിൽറ്റർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറ്റണം കേട്ടോ, പ്ലഗും മാറ്റിയിടണം. അപ്പൊ ആ സെക്ഷൻ കൊണ്ട് കറക്റ്റ് ആയിക്കോളും. എയർ ഫിൽറ്ററിൽ എയർ കയറി കാർബറേറ്ററിൽ വന്ന് എയർ മിക്സായി എഞ്ചിൻ ഹെഡിൽ പോയിട്ട് ഫയർ ആവണ അതുവരെയുള്ള ഭാഗം ക്ലിയർ ആയിക്കോളും. എയർ ഫിൽറ്റർ, കാർബറേറ്റർ, പ്ലഗ് അത്രയും വരും കേട്ടോ. അപ്പൊ ആ ഭാഗം നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്തിടാം. പിന്നെ ഞാൻ കയറ്റിയപ്പോൾ ജസ്റ്റ് അതിന്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു. ഓയിലിന്റെ അവസ്ഥ അതാണ്, ഏറ്റവും അടിയിൽ ഒരല്പമാണോ ഉള്ളത്. എന്തായാലും നമുക്കൊരു 200-250 മില്ലി ഓയിലിന് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഓയിലും കൂടി ഞാൻ അതിനകത്തുനിന്ന് ടോപ്പ് ചെയ്തേക്കാം. നിലവിൽ ഈ ഒരു വർക്ക് മാത്രമാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത്. ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണം. അപ്പൊ അതിന്റെ വർക്കാണ് നമ്മൾ ക്ലോസ് ചെയ്യണത്. അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ കാർബറേറ്ററിന്റെ കേസ് ഇന്നല്ലെങ്കിൽ നാളെ ഓവർഫ്ലോന്റെ കംപ്ലൈന്റ് വരും ഉറപ്പായിട്ടും. കാരണം ഒട്ടുമിക്ക വണ്ടികളിലും ഈ പ്രശ്നമുണ്ട്. കുറെ വണ്ടികളിലേക്ക് ഇങ്ങനെ കംപ്ലൈന്റ് വന്നിട്ട് കാർബറേറ്റർ അസംബ്ലി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നീട് മാറ്റി വെക്കുമ്പോഴായാലും ഇപ്പൊ ഇത്രയും എക്സ്പെൻസ് ഉള്ള കാർബറേറ്റർ വെക്കേണ്ട. കാരണം ഹോണ്ടയുടെ ഇപ്പൊ കമ്പനി ഐറ്റംസ് മേടിച്ച് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോൾ തന്നെയാണ്. ഇനി അങ്ങടേക്ക് എത്തനോൾ 20% എന്നുള്ളത് മുകളിലേക്ക് കൂടുള്ളൂ, 30-35 അങ്ങനെ പോവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് വെക്കുമ്പോൾ റേറ്റ് കുറഞ്ഞ കാർബറേറ്റർ തൽക്കാലം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇതിപ്പോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഞാൻ എടുത്ത് പറയണതിന്റെ കാരണം അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞ കാർബറേറ്റർ മേടിച്ചു വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ പെട്രോളിനെ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ കാർബറേറ്ററുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് അത് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഞാൻ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ആകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഈ ഓവർഫ്ലോന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നോക്കിയാൽ മതി. അതേ മുൻകൂട്ടി പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കുക, കംപ്ലൈൻറ്റ്സ് വരാനുള്ള സാധ്യത 90% കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ കുറവുള്ളത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഇടാം. ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ.